സങ്കടപ്പെട്ട് നിൽക്കുന്നൊരു കാഴ്ചക്കാരിയായിട്ടല്ല മറിയം കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത്. തൻ്റെ തിരുക്കുമാരൻ്റെ ബലിയോട് അവൾ തന്നെയും ചേർത്തു വയ്ക്കുകയാണ്. കുരിശ് രാജാവിൻ്റെ സിംഹാസനമാണ്, മിശിഹായുടെ സിംഹാസനമാണ് കുരിശെങ്കിൽ ആ കുരിശിൻ്റെ ചാരത്തു വേണ്ടേ രാജ്ഞി നിൽക്കാൻ. ക്രിസ്തീയത ആശയങ്ങളല്ല. ക്രിസ്ത്യാനിറ്റി ഈസ് ഓൾ അബൌട്ട് എ പേഴ്സൺ. ഈശോയാണ് ക്രിസ്ത്യാനിറ്റി. കുരിശ് കാണുമ്പോൾ എല്ലാം നന്നായി പോകുമ്പോൾ കുടുംബത്തിൽ സന്തോഷമാണ്, ചിരി, കളി, വർത്തമാനം ഒക്കെ ഉണ്ട്. പക്ഷെ കുരിശ് കാണുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു രോഗം, ഒരു പെട്ടെന്നൊരു തകിടം മറിച്ചിൽ, സാമ്പത്തികമായ ഒരു വീഴ്ച, ഒരു തകർച്ച, ഒരു തെറ്റിദ്ധാരണ, ഒരു കലഹം. കുരിശ് കാണുമ്പോൾ നമ്മൾ വീണു പോവുകയാണ്. കുരിശ് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ജസ്റ്റ് വെയിറ്റ്, ജസ്റ്റ് ബി ദേർ, ജസ്റ്റ് ബി ദേർ. ആരൊക്കെയോ കുരിശേറുമ്പോൾ അപമാനത്തിൻ്റെ, പരാജയത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, രോഗത്തിൻ്റെ, ഞെരുക്കങ്ങളുടെ കുരിശേറുന്നവർ നമ്മുടെ ചാരത്തുണ്ട്. അവരോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല നന്മ ഒന്നും പറഞ്ഞ് അവരുടെ ആദി കൂട്ടണ്ട, അവരുടെ സങ്കടത്തെ പെരുപ്പിക്കേണ്ട. മറിയം കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതുപോലെ നമ്മുടെ കാലത്ത് കുരിശേറുന്നവരുടെ, കുരിശെടുക്കുന്നവരുടെ ചാരത്ത് നിന്ന് കൊടുക്കാവോ? ജസ്റ്റ് ബി ദെയർ. യുവർ പ്രസൻസ് ഈസ് ദ ഹീലിംഗ്. നിന്റെ സാന്നിധ്യം സൗഖ്യമാണ്. നിന്റെ സാന്നിധ്യം അങ്ങനെയുള്ളവർക്ക് ആശ്വാസമാണ്. നിന്റെ സാന്നിധ്യം അവർക്ക് ബലമാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു ഹല്ലേലൂയ. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനത്തിൻ്റെ 33-ാമത്തെ ദിവസം. ഈശോയുടെ പ്രായം 33 എത്തുകയാണ്. കർത്താവ് വലിയ കരുണയോടെ ഈ ശുശ്രൂഷയിൽ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് നന്ദി പറയാം. 33 ദിവസം നമ്മൾ നടത്തിയ യൗസേ പിതാവിൻ്റെ പ്രതിഷ്ഠ ഇന്നുകൊണ്ട് പൂർത്തിയായി. നമ്മൾ മാർഗം കണ്ടിന്യൂ ചെയ്യുകയാണ്. നോമ്പുകാലമുടനീളം ഈ ധ്യാന ശുശ്രൂഷ നിങ്ങളെ തേടിയെത്തും. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഈശോയുടെ പീഠാനുഭവവുമായി ബന്ധപ്പെട്ട അഡീഷണൽ സ്പെഷ്യൽ എപ്പിസോഡ്സ് മാർഗത്തിൻ്റെ ഭാഗമായി എത്തുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളും പ്രാർത്ഥിച്ചൊരുങ്ങുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മേരി അറ്റ് ദ ഫുട്ട് ഓഫ് ക്രോസ്. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുകയാണ്. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ വേണം ഇന്നത്തെ ഈ അധ്യായം, 33-ാമത്തെ അധ്യായം ധ്യാനിക്കാൻ. മറിയം ഏറ്റവും നല്ല ശിഷ്യയായി കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. ഷീ ഇസ് ദ പെർഫെക്റ്റ് ഡിസൈപ്പിൾ വെൻ ഷീ സ്റ്റാൻഡ്സ് അറ്റ് ദ ഫുട്ട് ഓഫ് ക്രോസ്. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അവൾ ഏറ്റവും നല്ല മിശിഹ ശിഷ്യ ആകുന്നു. അവളൊരു പുതിയ അമ്മയായി മാറുന്നു. ഷീ ബിക്കംസ് എ ന്യൂ മദർ അറ്റ് ദ ഫുട്ട് ഓഫ് ക്രോസ്. അവൾ സഭയുടെ അമ്മയായിട്ട് മാറുന്നു. സങ്കടപ്പെട്ട് നിൽക്കുന്നൊരു കാഴ്ചക്കാരിയായിട്ടല്ല മറിയം കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത്. തൻ്റെ തിരുക്കുമാരൻ്റെ ബലിയോട് അവൾ തന്നെയും ചേർത്തു വയ്ക്കുകയാണ്. അങ്ങനെ ചേർത്തു വയ്ക്കുന്നത് വഴി മിശിഹായിലുള്ളവരുടെയൊക്കെ അമ്മയായി അവൾ മാറുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ധ്യാനിക്കേണ്ടത്, മറിയത്തെ കുരിശിൻ്റെ ചുവട്ടിൽ കാണുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ടത്, അവൾ സഹനത്തിൽ നിന്ന്, സ്ലീവായിൽ നിന്ന്, കുരിശിൽ നിന്ന് ഓടി അകന്നില്ല. മറിച്ച് ഏറ്റവും വിശ്വസ്തയോടെ കർത്താവിനോട് ചേർന്ന് നിന്നു. രക്ഷാക രഹസ്യങ്ങളോട്, റിഡംറ്റീവ് മിസ്റ്ററീസിനോട് അവൾ സഹകരിച്ച്, കോപ്പറേറ്റ് ചെയ്ത് ചേർന്ന് നിന്നു. ഒപ്പം പരിശുദ്ധ അമ്മയുടെ മാതൃത്വം, ആത്മീയ മാതൃത്വം കുരിശിൻ്റെ ചുവട്ടിൽ പിറവിയെടുക്കുന്നു. സഭ കുരിശിൽ രൂപപ്പെടുന്നു. ആ സഭയുടെ ഹൃദയമായി മറിയം മാറുന്നു. ഇതൊക്കെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന മറിയത്തെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലാണ്. ജോൺ ചാപ്റ്റർ 19 വേഴ്സസ് 25 to 27. അവിടെയാണ് പരിശുദ്ധ അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത്. ഇതാ നിൻ്റെ മകനെന്ന് പറഞ്ഞ് യോഹന്നാനെ ഭരമേൽപ്പിക്കുന്നത്, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് യോഹന്നാന്
മറിയത്തെ നൽകുന്നത്? ഇതൊക്കെ ഈ ഭാഗത്താണ്. യോഹന്നാൻ 19:25-27. അവിടെ മറിയം നിരാശയിൽ വീണു പോകുന്നില്ല. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഷീ നെവർ കൊളാപ്സസ് ഇൻ ഡെസ്പയർ. നിരാശപ്പെട്ട് വീണു പോകുകയല്ല. ഇനി പറയുന്നൊരു കാര്യം ഓർത്തു വെക്കണം. ഷീ സ്റ്റാൻഡ്സ്. ഷീ സ്റ്റാൻഡ്സ്. അവൾ നിൽക്കുന്നു. അവൾ നിൽക്കുന്നു. ആൻഡ് ദ ചേർച്ച് സ്റ്റാൻഡ്സ് ബിക്കോസ് ഷീ സ്റ്റുഡ്. ചിന്തിച്ചു നോക്കിയേ. ഷീ സ്റ്റാൻഡ്സ്. ഷീ സ്റ്റാൻഡ്സ്. അവൾ നിൽക്കുന്നു. മറിയം നിന്നു എന്നത് തന്നെ ധ്യാന വിഷയമാണ്. വീണുപോയി ബാക്കി എല്ലാവരും വീണുപോയി, ചിതറി ഓടിപ്പോയി. ബഹുമാനപ്പെട്ട ഷാജി തുമ്പേച്ചറയച്ചനോട് ഈ അടുത്ത ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞ ഒരു വാക്കാണ്. ബാക്കിയെല്ലാം ഭൂമി കുലുങ്ങി. ഭൂമി പോലും കുലുങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു, ആകാശം സൂര്യൻ ഇരുണ്ടുപോയി, എല്ലായിടത്തും അന്ധകാരം വ്യാപിച്ചു, ശിഷ്യന്മാർ പല വഴിക്ക് ഓടി അകന്നു. ഇതെല്ലാം മുഴുവൻ മാറ്റം സംഭവിക്കുകയാണ്. എല്ലായിടത്തും മാറ്റം സംഭവിക്കുമ്പോഴും മറിയം നിന്നു. മറിയം നിന്നു. ഷീ സ്റ്റാൻഡ്സ്. മറിയം നിൽക്കുന്നു. ഷീ സ്റ്റാൻഡ്സ്. അതിൻ്റെ ബാക്കി ഷീ സ്റ്റാൻഡ്സ്. ദെൻ ദ ചർച്ച് സ്റ്റാൻഡ്സ് ബിക്കോസ് ഷീ സ്റ്റുഡ്. മറിയം നിൽക്കുന്നു. തുടർന്ന് സഭയും നിൽക്കുന്നു. കാരണം അവൾ നിന്നു. മറിയം നിന്നിടത്താണ് സഭ. മറിയം ആ നിൽപ്പ് നിന്നിടത്താണ് സഭയും ചേർന്ന് നിൽക്കുന്നത്. സഭ വീഴാതെ നിൽക്കുന്നത് അവൾ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതുകൊണ്ടാണെന്ന്. ഷീ സ്റ്റാൻഡ്സ് ആൻഡ് ദ ചർച്ച് സ്റ്റാൻഡ്സ് ബിക്കോസ് ഷീ സ്റ്റുഡ്. പഴയ നിയമത്തിലേക്ക് പോകാം. പഴയ നിയമത്തിൽ ഹൗവായും പുതിയ നിയമത്തിൽ മറിയവും ചേർത്ത് ധ്യാനിക്കാം. പഴയ നിയമത്തിൽ ഹൗവ, അവള് അനുസരണക്കേടിൻ്റെ മരത്തോട് ചേർന്ന് നിന്നു. ഷീ സ്റ്റുഡ് നിയർ ടു ദ ട്രീ ഓഫ് ഡിസൊബീഡിയൻസ്. ജീവന്റെ വൃക്ഷമാകേണ്ടതായിരുന്നു, പക്ഷേ അനുസരണക്കേടിൻ്റെ വൃക്ഷത്തോട് അവൾ ചേർന്ന് നിന്നു. അത് വീഴ്ചയ്ക്ക് കാരണമായി. ഇവിടെ മറിയം അനുസരണത്തിൻ്റെ വൃക്ഷത്തോട്, കുരിശുമരത്തോട് ചേർന്ന് നിൽക്കുന്നു. അവിടെ ആ വൃക്ഷത്തിൽ പിശാച്, അനുസരണക്കേടിൻ്റെ വൃക്ഷത്തിൽ. ഇവിടെ അനുസരണത്തിൻ്റെ വൃക്ഷത്തിൽ തിരുക്കുമാരൻ അനുസരിച്ച് പ്രാണൻ പിടയുന്നു. ആ വൃക്ഷത്തോട്, ആ മരത്തോട് മറിയം ചേർന്ന് നിൽക്കുന്നു. വാഗ്ദാനം വരുന്നു. ഉൽപ്പത്തി പുസ്തകം 3:15, ജനസിസ് 3:15, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയും തമ്മിൽ ശത്രുത ഉളവാക്കും. ഈശോയോട് സഹകരിച്ച് നിൽക്കുന്ന സ്ത്രീ മറിയം. ഹൗവ പിശാചിനോട് യെസ് പറഞ്ഞെങ്കിൽ ഇവിടെ മറിയം ദൈവത്തിരഹിതത്തോട് യെസ് പറയും. അങ്ങനെ ഹൗവ വീണു പോയിടത്ത്, ഹൗവ ദൈവത്തിന് മുമ്പാകെ വീണു പോയിടത്ത് മറിയം ദൈവത്തിരഹിതത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ അവൾ നിൽക്കുന്നു. മറ്റൊന്ന്, ദാവീദിൻ്റെ പരമ്പരയിൽ, ദാവീദിൻ്റെ സിംഹാസന പരമ്പരയിൽ ഒരു ശൈലിയുള്ളത് അമ്മയാണ് രാജ്ഞി. രാജാവിൻ്റെ അമ്മയാണ് രാജ്ഞി. അതിൻ്റെ നല്ല തെളിവ് രാജാക്കന്മാരുടെ 1 പുസ്തകം 2 അധ്യായം 19 വാക്യം. ഞാനിങ്ങനെ വായിച്ചു കേൾപ്പിക്കാം. 1 Kings chapter 2 verse 19. ബത്ശബ അദോനിയായ്ക്ക് വേണ്ടി സംസാരിക്കാൻ സോളമൻ രാജാവിനെ സമീപിച്ചു. രാജാവ് എഴുന്നേറ്റ് അവളെ അഭിവാദനം ചെയ്തിട്ട്, സോളമൻ രാജാവ് അമ്മയായ ബത്ശബയെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിൽ ഇരുന്നു. മാതാവിന് ഇരിപ്പിടം സജ്ജീകരിച്ചു. അവൾ രാജാവിൻ്റെ വലത്തുവശത്ത് ഇരുന്നു. അമ്മയാണ് രാജ്ഞി. രാജ്ഞി രാജാവിൻ്റെ വലത്തുവശത്ത് ഇരിക്കുന്നു. ഇവിടെ രാജാവ് മിശിഹാ തമ്പുരാൻ, അവൻ്റെ വലത്തുവശത്ത് രാജ്ഞി, ദാവീദിൻ്റെ പുത്രനായ മിശിഹായുടെ അമ്മയായവൾ മറിയം വലത്തുവശത്ത് കുരിശിൻ്റെ ചാരത്ത് നിൽക്കുന്നു. ജനസിസ് 22, ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിൽ അബ്രാഹം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ അബ്രാഹത്തിൻ്റെ നിഴല് മറിയത്തിൻ്റെ മേൽ വീണ് കിടപ്പുണ്ട്. അല്ലെങ്കിൽ മറിയത്തിൻ്റെ നിഴല് അബ്രാഹത്തിൽ നമുക്ക് കാണാൻ പറ്റും.
അവിടെ അബ്രാഹം ഒരുങ്ങി പൂർത്തിയാക്കേണ്ടി വന്നില്ല. ഇവിടെ മറിയം ഒരുങ്ങുന്നു, അവളത് പൂർത്തിയാക്കുന്നു. സ്വപുത്രനെ ബലിയായി നൽകുന്നു. അവിടെ അബ്രാഹത്തിന് സ്വപുത്രനെ ബലിയായി നൽകേണ്ടി വന്നില്ല, ഒരുങ്ങി. പക്ഷെ ഇവിടെ മറിയം ഒരുങ്ങി, അവൾ സ്വപുത്രനെ ബലിയായി നൽകുന്നു. രക്ഷാകര ചരിത്രത്തിൽ ഈ മൊമെന്റിന്, ഈശോയുടെ കുരിശിൻ്റെ ചാരത്ത് മറിയം നിൽക്കുന്ന ആ മൊമെന്റിന് വലിയ പ്രാധാന്യമുണ്ട്. കുരിശ്, കാൽവരി, അത് മരണത്തിൻ്റെ ഇടമല്ല. ഇറ്റ്സ് നോട്ട് പ്ലേസ് ഓഫ് ഡെത്ത്, ഇറ്റ്സ് പ്ലേസ് ഓഫ് ബർത്ത്. അത് പിറവിയെടുക്കുന്ന സമയമാണ്, സ്ഥലമാണ് കാൽവരി. 3 പിറവികൾ നമുക്ക് കാണാൻ പറ്റും. 3 പിറവികൾ. ഒന്ന്, പുതിയ ആദം പിറക്കുന്നു, പുതിയ ആദം ഈശോ തമ്പുരാൻ. 2, പുതിയ ഹൗവ മറിയം പിറക്കുന്നു. 3-മത്തത് സഭ പിറക്കുന്നു. യോഹന്നാൻ അവളെ ഭവനത്തിൽ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മറിയത്തിൻ്റെ വീട് കിട്ടിയെന്നല്ല. അത് വളരെ ലളിതമായ നെയ്വ് ഇൻ്റർപ്രിട്ടേഷനാണ്. മറിയത്തിനൊരു വീട് കിട്ടിയെന്നല്ല, മറിച്ച് മറിയം ഒരു ദൗത്യം ഏറ്റെടുക്കുന്നു എന്നാണ്. അവളൊരു മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി കർത്താവിൽ വിശ്വസിക്കുന്ന സകലരുടെയും അമ്മയാകുന്ന ദൗത്യത്തിലേക്ക് അവൾ പ്രവേശിച്ചു എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. യോഹന്നാൻ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ, മറിയത്തിൻ്റെ ചാരത്ത് നിൽക്കുമ്പോൾ, മറിയത്തെ ഭവനത്തിൽ സ്വീകരിക്കുമ്പോൾ, യോഹന്നാൻ എല്ലാ ശിഷ്യരുടെയും, കർത്താവിൻ്റെ കുരിശോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ശിഷ്യരുടെയും പ്രതിനിധിയായിട്ട് യോഹന്നാൻ മാറുകയാണ്. 1. 2, യോഹന്നാൻ എല്ലാ പുരോഹിതരുടെയും, മറിയത്തെ ഭവനത്തിൽ സ്വീകരിക്കുന്ന എല്ലാ പുരോഹിതരുടെയും പ്രതിനിധിയായിട്ട് യോഹന്നാൻ മാറുന്നു. 3, യോഹന്നാൻ സഭ മുഴുവൻ്റെയും സൂചനയായിട്ട് മാറുന്നു. അങ്ങനെ മറിയം സഭയുടെ അമ്മയായി മാറുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ നടന്നതാണ്. പിതാക്കന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇരണേവൂസ് പിതാവ് പറയുന്നത് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല ആവർത്തി ധ്യാനിച്ചതാണ്. ഹൗവ അനുസരണക്കേടിനാലെ കെട്ടിയ കെട്ടിനെ മറിയം അനുസരണത്താലെ അഴിച്ചുവിടുന്നു. അതാണ് കാൽവരിയിൽ നടന്നത്. ഒരു കെട്ടഴിച്ചു വിടുകയാണ്. അനുസരണത്താലെ മറിയം ആ കെട്ടിനെ അഴിച്ചുവിടുന്നു. അഗസ്തിനോസ് പുണ്യാളൻ പറയുന്നു, മറിയം കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ മോഡൽ ഓഫ് ബിലീവിങ് എൻഡുറൻസ്, നിലനിൽപ്പിലുള്ള വിശ്വാസത്തിൻ്റെ, സഹനകാലത്ത് വീണു പോകാതെ നിലനിന്ന് വിശ്വസിക്കുന്നതിൻ്റെ എൻഡുറൻസ്, നിലനിൽപ്പ്, ആ വിശ്വാസത്തിൻ്റെ പെർഫെക്റ്റ് മോഡലാണ് മറിയം. ഇന്ന് നമുക്കില്ലാതെ പോകുന്നതാണ് വിശ്വാസ ജീവിതത്തിൽ നിലനിൽപ്പിൻ്റെ വരം. അത് മറിയം നമുക്ക് മാതൃകയാകുന്നു. ക്രിസോസ്തോം പിതാവ് പറയുന്ന സുന്ദരമായ ഒന്നുണ്ട്. കുരിശ് രാജാവിൻ്റെ സിംഹാസനമാണ്. ക്രോസ് ഇസ് ദ ത്രോൺ ഓഫ് മെസയ. മിശിഹായുടെ സിംഹാസനമാണ് കുരിശെങ്കിൽ ആ കുരിശിൻ്റെ ചാരത്തു വേണ്ടേ രാജ്ഞി നിൽക്കാൻ. ആ കുരിശിൻ്റെ സിംഹാസനത്തിൻ്റെ ചാരത്ത് രാജ്ഞി നിൽക്കുന്നു. അതാണ് മറിയം. കത്തോലിക്ക സഭയുടെ പടിപ്പീരിൽ CCC 964-965 നമ്മൾ കാണുന്നത് മേരി ആസ് ദ മദർ ഓഫ് ദ ചർച്ച്. സഭയുടെ അമ്മയായി മറിയത്തെ സഭ അവതരിപ്പിക്കുന്നു. കർത്താവുമായി സഹനത്തിൽ ഐക്യപ്പെട്ട് നിൽക്കുന്നവൾ മറിയം. CCC 618 നമ്മൾ കാണുന്നത് കർത്താവിനോടുള്ള പാർട്ടിസിപ്പേഷൻ്റെ, പങ്കാളിത്തത്തിൻ്റെ തെളിവാണ് മറിയമെന്ന് നമുക്ക് സഭ പറഞ്ഞു തരുന്നു. CCC 726 കാൽവരിയിൽ പിറവിയെടുക്കുന്ന സഭയെക്കുറിച്ചുള്ള സൂചനകൾ, പരിശുദ്ധാത്മ പ്രവർത്തനത്തെ, മറിയത്തിൻ്റെ സാന്നിധ്യത്തെ ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റുന്നു. അതായത് കുരിശിൻ്റെ ചുവട്ടിൽ സംഭവിക്കുന്നത് ഹിയർ ആഫ്റ്റർ മേരീസ് മദർഹുഡ് ഇസ് നോട്ട് ജസ്റ്റ് ബയോളജിക്കൽ, ഇറ്റ് ബിക്കംസ് എക്ലേസിയൽ അറ്റ് കാൽവരി. അതായത് മറിയത്തിൻ്റെ മാതൃത്വം ഇനി കേവല ശാരീരിക മാതൃത്വം മാത്രമല്ല, മറിച്ച് അതിനപ്പുറത്ത് സഭാത്മകമായ ഒരു മാതൃത്വം, ഒരു ആത്മീയ തലം, സ്പിരിച്വൽ ഡയമെൻഷൻ ഓഫ് മേരീസ് മദർഹുഡ്, അത് സംഭവിക്കുകയാണ് കാൽവരിയിൽ. സഭയുടെ പഠിപ്പിലുകൾ ഇനിയും ലൂമൻ ജെൻസിയും, 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ ലൂമൻ ജെൻസിയുമിൽ മറിയത്തെ മിശിഹായുടെ അമ്മയായി, മദർ ഓഫ് ക്രൈസ്റ്റ്, മദർ ഓഫ് ചർച്ച്, സഭയുടെ അമ്മ, മോഡൽ ഓഫ് ഫെയ്ത്ത് ആൻഡ് ചാരിറ്റി, വിശ്വാസത്തിൻ്റെ മാതൃകയായി മറിയത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ജോൺ പോൾ II മാർപ്പാപ്പയുടെ റിഡംതോറിസ് മാതർ, രക്ഷകന്റെ അമ്മ എന്ന എഴുത്തിൽ ജോൺ പോൾ II മാർപ്പാപ്പ
മറിയം അവളുടെ വിശ്വാസത്തിൻ്റെ തീർത്ഥാടനം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ് കാൽവരിയിലെന്ന്. മറിയം ആരംഭിച്ചൊരു തീർത്ഥാടനം, ആ തീർത്ഥാടനത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, അതിൻ്റെ സമ്മിറ്റിലേക്ക് എത്തിയ നിമിഷമാണ് കാൽവരി. കാൽവരിയിൽ അവൾ കൃപയാലെ എല്ലാവരുടെയും അമ്മയാകുന്നു. ഇൻ ഓർഡർ ഓഫ് ഗ്രേസ് ഷീ ബിക്കംസ് ദ മദർ ഓഫ് ഓൾ ഫെയ്ത്ത്ഫുൾ. കൃപയാലെ അവൾ എല്ലാ വിശ്വാസികളുടെയും അമ്മയായി മാറുകയാണ്. കഴിഞ്ഞ വർഷം റോം ഇറക്കിയ ഡിക്കാസ്ട്രി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് ഇറക്കിയ മാതാവിനെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ മറിയത്തെ വിശ്വാസികളുടെ അമ്മയായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ. അത് കാൽവരിയിൽ സംഭവിച്ചതാണ്. പോൾ ആറാമൻ മാർപ്പാപ്പയാണ് ഔദ്യോഗികമായി മാത്തർ എക്ലേസിയ, സഭയുടെ അമ്മ, മദർ ഓഫ് ചർച്ച് എന്ന് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിച്ചത്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിൽ നൽകുന്നൊരു നല്ല പഠിപ്പീര്, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഐഡിയ. ക്രിസ്തീയത ആശയങ്ങളല്ല. ക്രിസ്ത്യാനിറ്റി ഈസ് ഓൾ അബൌട്ട് എ പേഴ്സൺ. ഈശോയാണ് ക്രിസ്ത്യാനിറ്റി. അപ്പോൾ ഈ കുരിശിൻ്റെ ചുവട്ടിൽ മറിയം മിശിഹായെ റീപ്ലേസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് മറിയം ചെയ്യുന്നത് നമ്മളെ ആ വ്യക്തിയിലേക്ക്, മിശിഹായിലേക്ക് അവൾ ദിശ കാട്ടുകയാണ്. ഷീ പോയിന്റ്സ് അസ് ടു ക്രൈസ്റ്റ്. അവൾ നമ്മെ മിശിഹായിലേക്ക് നയിക്കുകയും ഒപ്പം മിശിഹായിൽ നിന്ന് നമ്മളെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മനസ്സിലാക്കുകയെ. ഷീ പോയിന്റ്സ് അസ് ടു ഹിം ആൻഡ് റിസീവ്സ് അസ് ഫ്രം ഹിം. നമ്മളെ മിശിഹായിലേക്ക് അവൾ നയിക്കുന്നു, നമ്മളെ മിശിഹായിൽ നിന്ന് അവൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് കാൽവരിയിൽ സംഭവിച്ചതെന്ന് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നു. ഇനി പ്രാക്ടിക്കലായിട്ട് അനുദിന ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്, സ്ലീവായുടെ മുമ്പിൽ, കുരിശ് അനുഭവങ്ങളുടെ മുമ്പിൽ നമ്മളൊക്കെ വീണു പോവുകയാണ്. കുരിശ് കാണുമ്പോൾ എല്ലാം നന്നായി പോകുമ്പോൾ കുടുംബത്തിൽ സന്തോഷമാണ്, ചിരി, കളി, വർത്തമാനം ഒക്കെ ഉണ്ട്. പക്ഷെ കുരിശ് കാണുമ്പോൾ അപ്രതീക്ഷിതമായൊരു രോഗം, ഒരു പെട്ടെന്നൊരു തകിടം മറിച്ചിൽ, സാമ്പത്തികമായൊരു വീഴ്ച, ഒരു തകർച്ച, ഒരു തെറ്റിദ്ധാരണ, ഒരു കലഹം, കുരിശ് കാണുമ്പോൾ നമ്മൾ വീണു പോവുകയാണ്. കുരിശ് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ജസ്റ്റ് വെയിറ്റ്, ജസ്റ്റ് ബി ദെയർ, ജസ്റ്റ് ബി ദെയർ. ഒത്തിരി വർത്തമാനം ഒന്നും പറയണ്ട. മറിയം ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. മറിയം ഷീ വാസ് ജസ്റ്റ് ദെയർ. വെറുതെ ഒന്ന് കൂടെ നിന്ന് കൊടുത്തേ. ആരൊക്കെയോ കുരിശേറുമ്പോൾ അപമാനത്തിൻ്റെ, പരാജയത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, രോഗത്തിൻ്റെ, ഞെരുക്കങ്ങളുടെ കുരിശേറുന്നവർ നമ്മുടെ ചാരത്തുണ്ട്. അവരോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല നന്മ, ഒന്നും പറഞ്ഞ് അവരുടെ ആദി കൂട്ടണ്ട, അവരുടെ സങ്കടത്തെ പെരുപ്പിക്കേണ്ട. മറിയം കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതുപോലെ നമ്മുടെ കാലത്ത് കുരിശേറുന്നവരുടെ, കുരിശെടുക്കുന്നവരുടെ ചാരത്ത് നിന്ന് കൊടുക്കാവോ? ജസ്റ്റ് ബി ദെയർ. യുവർ പ്രസൻസ് ഈസ് ദ ഹീലിംഗ്. നിന്റെ സാന്നിധ്യം സൗഖ്യമാണ്. നിന്റെ സാന്നിധ്യം അങ്ങനെയുള്ളവർക്ക് ആശ്വാസമാണ്. നിന്റെ സാന്നിധ്യം അവർക്ക് ബലമാണ്. കുരിശെടുക്കുന്നവരുടെ, കുരിശേറുന്നവരുടെ ചാരത്ത് ഒന്ന് നിന്ന് കൊടുത്താൽ മതി. സംടൈംസ് ലവ് കനോട്ട് ഫിക്സ് എവറിഥിങ് ഇമ്മീഡിയറ്റ്ലി, ബട്ട് love can stand. Sometimes love cannot fix everything immediately, but love can stand. ചിലപ്പോൾ നമുക്ക് സ്നേഹമുള്ളവരുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമുക്ക് അവരോട് സ്നേഹമുണ്ട്, നമുക്കേറെ സ്നേഹമുണ്ട്. അവർ കടന്നു പോകുന്ന അനുഭവത്തിൽ, അവർ കടന്നു പോകുന്ന ഈ സങ്കടത്തിൽ നമ്മുടെ ചങ്ക് പിടയുന്നുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് പരിഹാരം ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. സംടൈംസ് ലവ് cannot fix everything immediately, ബട്ട് ലവ് ക്യാൻ സ്റ്റാൻഡ്. സ്നേഹത്തിന് നിന്നു കൊടുക്കാൻ പറ്റും. സ്നേഹത്തിന് ആ ചാരത്ത് പോയി ഒന്ന് ചേർന്ന് നിൽക്കാൻ പറ്റും. കുരിശിൻ്റെ ചുവട്ടിൽ മറിയം നിന്നത് സ്നേഹം സ്നേഹത്തോട് ചാരി നിന്നതാണ്. സ്നേഹം സ്നേഹത്തോട് ചേർന്ന് നിന്ന നേരമാണ് കുരിശിൻ്റെ ചുവട്ടിൽ നമ്മൾ കാണുന്നത്. പലരും ആഗ്രഹിക്കുന്നുണ്ട്, കുരിശെടുക്കുന്ന, കുരിശേറുന്ന പലരും ആഗ്രഹിക്കുന്നുണ്ട്, സ്നേഹത്തോടെ ഒന്ന് ചേർന്ന് നിൽക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെ സൗന്ദര്യത്തോടെ, കുറേ കൂടെ ഒരു ബലത്തോടെ, കുറേ കൂടെ പ്രത്യാശയോടെ അവർ ആ സഹനകാലത്തെ അതിജീവിച്ചേനെ. ചേർന്ന് നിൽക്കാം. ഈ വാക്യം വളരെ ആഴമുണ്ട്. സംടൈംസ് ലവ് കനോട്ട് ഫിക്സ് എവറിഥിങ് ഇമ്മീഡിയറ്റ്ലി, ബട്ട് ലവ് ക്യാൻ സ്റ്റാൻഡ്. സ്നേഹത്തിന് ഒന്ന് കൂടെ നിൽക്കാൻ പറ്റും. ഇന്നത്തെ ശൈലി, യുവജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇന്നത്തെ ഒരു ബന്ധങ്ങളുടെ ശൈലി, ഇഫ് ഇറ്റ് ഹേർട്സ് ലീവ്, ഇഫ് ഇറ്റ് ഹേർട്സ്, ഇഫ് ഇറ്റ് ഹേർട്ട് യു ലീവ്. നിനക്ക് മുറിവേൽക്കുന്നുണ്ടോ? നിനക്ക് കംഫർട്ടബിൾ അല്ലേ? നിനക്ക് പറ്റുന്നില്ല? നിനക്ക് സങ്കടമാകുന്നുണ്ടോ?
ലീവ് ഇറ്റ്, ഒഴിവാക്കിയേക്ക്, കാര്യം കഴിഞ്ഞില്ലേ. ഇഫ് ഇറ്റ് ഹേർട്സ്, ലീവ്. നോ, നോ. ഇഫ് ഇറ്റ് ഈസ് ലവ്, if it is love, if it is truth, stand there. If it hurts, leave. മുറിവേൽക്കുന്നെങ്കിൽ, വേദനിക്കുന്നെങ്കിൽ പൊക്കോളാൻ, ഇട്ടിട്ട് പോ എന്ന് പറയുന്നൊരു ശൈലിയിൽ തിരിച്ചിന്തിക്ക്. സ്നേഹമുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ നിൽക്കവിടെ. ഇഫ് ഇറ്റ് ഈസ് ലവ്, ഇഫ് ഇറ്റ് ഈസ് ട്രൂത്ത്, സ്റ്റാൻഡ് ദെയർ. അവിടെ നിൽക്ക്. മറിയം കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതുപോലെ ഹൃദയം പിളർന്ന് വാളറങ്ങുകയാണ് അവൾക്കും. അവളും സഹിക്കുകയാണ്, പക്ഷെ അവൾ വിട്ടുപോകുന്നില്ല. അവൾ കുരിശിൻ്റെ ചാരത്ത് നിന്നതുപോലെ നമുക്കും ഒന്ന് ചേർന്ന് നിൽക്കാൻ പഠിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, പരിശുദ്ധി അമ്മ നിൻ്റെ കുരിശിൻ്റെ ചാരത്ത് ചേർന്ന് നിന്നതുപോലെ എന്നും എക്കാലവും നിന്നോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയട്ടെ. മറിയത്തെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയ നിൻ്റെ സ്നേഹത്തിന് നന്ദി. എന്നും ആ അമ്മയോട് ചേർന്ന് നിന്ന് നിന്നിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.